ജപ്പാനിൽ പോയി കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾ രാത്രികാലങ്ങളിൽ ഒഴിഞ്ഞ തെരുവുകളിലൂടെ നടക്കരുത്. ഒരുപക്ഷെ നിങ്ങളൊരു പെൺകുട്ടിയെ കണ്ടുമുട്ടിയേക്കും. അവൾ സർജിക്കൽ മാസ്കും കോട്ടും ധരിച്ചിട്ടുണ്ടാകും. കയ്യിൽ നീളമുള്ള കത്രികയും ഉണ്ടാകും. അവളെ കണ്ട് നിങ്ങൾ പേടിച്ച് ഓടി ഒളിക്കാൻ ശ്രമിക്കരുത്. കാരണം അവൾക്കത് ഇഷ്ടപ്പെട്ടു എന്ന് വരില്ല. ഇനി നിങ്ങൾ ഓടി ഒളിച്ചില്ലെങ്കിലും നിങ്ങൾക്ക് നല്ലതൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. അവൾ നിങ്ങളുടെ അടുത്ത് വന്ന് സ്വയം പരിചയപ്പെടുത്തും. ഞാൻ കുച്ചിസാക്കി യോന, ഞാൻ സുന്ദരിയാണോ എന്ന് അവൾ നിങ്ങളോട് മധുരമായി ചോദിക്കും. അത് കേട്ട് തമാശയ്ക്ക് പോലും അല്ല, നീ സുന്ദരി അല്ല എന്ന് പറയരുത്. അവൾ നിങ്ങളുടെ തല രണ്ടായി പിളർക്കും. ഇനി അതെ, നീ സുന്ദരിയാണ് എന്ന് പറഞ്ഞാൽ മാസ്ക് കഴിച്ച് ആ മുഖമൊന്ന് കാണിക്കും. രണ്ടറ്റവും പിളർന്ന് ചോര വാർന്നൊഴുകുന്ന ആ വായ കാണിച്ച് അവളൊന്ന് ചിരിക്കും. ഇപ്പോഴും ഞാൻ സുന്ദരിയാണോ എന്ന അവളുടെ ചോദ്യത്തിന് മുന്നിൽ പതറരുത്. അല്ല, നീ സുന്ദരി അല്ല എന്ന് നിങ്ങൾ മാറ്റി പറഞ്ഞാൽ അവൾ നിങ്ങളെ വെട്ടിനുറുക്കും. അതെ, നീ ഇപ്പോഴും സുന്ദരിയാണ് എന്ന് നിങ്ങൾ പറഞ്ഞാൽ നിങ്ങളും അവളെ പോലെ ആയിത്തീരും. കുച്ചിസാക്കി യോന, ആ പേര് കേൾക്കുന്നതും പറയുന്നതും ജപ്പാൻകാർക്ക് ഇന്നും ഭയമാണ്. ആരാണവൾ? യക്ഷിയാണോ അതോ സൈക്കോയോ? എന്തിനാണ് അവൾ ആളുകളെ കൊന്നൊടുക്കുന്നത്? ആരോടാണ് അവൾക്ക് പ്രതികാരം? അറിയാം കുച്ചിസാക്കി യോന എന്ന രക്തരക്ഷസിനെ കുറിച്ച്. 16-ാം നൂറ്റാണ്ട് മുതലാണ് കുച്ചിസാക്കി യോനയെക്കുറിച്ചുള്ള കഥകൾ ജപ്പാനിൽ പ്രചരിക്കുന്നത്. ഒരു കാലത്ത് അതീവ സുന്ദരിയായിരുന്ന ഇവരുടെ ഭർത്താവ് ഒരു സമുറായി ആയിരുന്നു. ഒരു ദിവസം സമുറായി ഒരു ദൂരയാത്രയ്ക്ക് പുറപ്പെടുകയാണ്. തൻ്റെ ഭാര്യയെ പിരിഞ്ഞിരിക്കാനുള്ള ദുഃഖം അദ്ദേഹം പ്രകടിപ്പിക്കുന്നുണ്ട്. അയാൾ ഭാര്യയ്ക്ക് വാക്ക് കൊടുക്കുന്നു, ഞാൻ എത്രയും വേഗം മടങ്ങി വരും. എന്നാൽ ദിവസങ്ങൾ കഴിഞ്ഞു, മാസങ്ങൾ കഴിഞ്ഞു. സമുറായിയെ കാത്ത് കുച്ചിസെക്കോന എന്നും അവളുടെ ജനലരികിൽ കാത്തു നിൽക്കുമായിരുന്നു. പക്ഷെ അയാൾ മടങ്ങി വന്നില്ല. അയാളിനി ഒരിക്കലും മടങ്ങി വരില്ല എന്ന് അവൾക്ക് തോന്നി തുടങ്ങി. അങ്ങനെ മരവിച്ച മനസ്സുമായി ജീവിക്കുന്ന കുച്ചിസാക്കി യോനയ്ക്ക് ഒരു ചെറുപ്പക്കാരൻ ആശ്വാസമേകാനായിട്ടെത്തി. വളരെ പെട്ടെന്ന് തന്നെ അവർ തമ്മിൽ അടുക്കുകയും ചെയ്തു. അവരുടെ ജീവിതത്തിലേക്ക് വീണ്ടും സന്തോഷം മടങ്ങി വന്നു. പക്ഷേ പെട്ടെന്നൊരു ദിവസം സമുറായി തൻ്റെ യാത്ര അവസാനിപ്പിച്ച് തിരികെ ഭാര്യയെ കാണാനായിട്ട് ഓടിയെത്തി. പക്ഷേ അവളുടെ ഒപ്പം മറ്റൊരു പുരുഷനെ കണ്ട അയാൾക്ക് ദേഷ്യവും സങ്കടവും സഹിക്കാനായില്ല. സ്വന്തം സൗന്ദര്യത്തിൽ മതിമറന്ന് നീ എന്നെ വഞ്ചിച്ചു എന്ന് പറഞ്ഞ് അയാൾ കുച്ചിസാക്കി യോനയുടെ വായ രണ്ടറ്റവും പിളർത്തി. ചോര വാർന്നൊഴുകുന്ന മുഖവുമായി അബോധാവസ്ഥയിൽ അവൾ ഒരു ദിവസം മുഴുവനും അവിടെ കിടന്നു. ഉണർന്നെഴുന്നേറ്റപ്പോൾ ഒരു ചെവി മുതൽ മറ്റേ ചെവി വരെ കീറിയ തൻ്റെ വായ കണ്ട് അവൾ അലമുറയിട്ട് കരയാൻ തുടങ്ങി. ഒരു വിരൂപയായി എനിക്കിനി ജീവിക്കണ്ട എന്ന് പറഞ്ഞ് അവൾ ആത്മഹത്യ ചെയ്യുകയായിരുന്നു. തൻ്റെ സൗന്ദര്യത്തോടുള്ള അതിയായ ഭ്രമം ആ ആത്മാവിനെ ഒരു രക്തരക്ഷസാക്കി മാറ്റി. നമ്മുടെ നാട്ടിലെ കള്ളിയങ്കാട്ട് നീലി പോലെയൊക്കെയുള്ളൊരു യക്ഷി കഥാപാത്രമാണ് ജപ്പാനിലെ ഈ കുച്ചിസാക്കി യോന. ഇത് തികച്ചും ഒരു ഐതിഹ്യ കഥയാണ്. ജപ്പാനിലെ ആൾക്കാർ ഇന്നും ഭയപ്പെടുന്ന, പലരും കണ്ടിട്ടുണ്ടെന്ന് വാദിക്കുന്ന ഈ കുച്ചിസാക്കി യോനയെ നിങ്ങൾ നേരിട്ട് കണ്ടു കഴിഞ്ഞാൽ അവളിൽ നിന്ന് രക്ഷപ്പെടാൻ എന്തെങ്കിലും ഐഡിയ നിങ്ങളുടെ കയ്യിലുണ്ടോ? അധികം അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട. കാരണം അവളുടെ പേര് ചിന്തിക്കുന്നത് പോലും അവൾ നിങ്ങളുടെ അടുത്തേക്ക് വരാൻ